ഡിലീറിയം എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇന്നലെ ആയിരുന്നല്ലോ കളി അല്ലേ? ഇന്നലെ തന്നെ. ഒരു ഘട്ടം കഴിഞ്ഞാല് നമുക്ക് പണി കിട്ടുമ്പോ നമുക്ക് ചിരി വരും. 90 മിനിറ്റ് ആകുമ്പോ നമ്മുടെ വെപ്രാളം കണ്ടപ്പോ ബോധമുള്ള എല്ലാ ലിവർപൂൾ ഫാൻസിനും അറിയാം നമ്മളിപ്പോ മേടിക്കും. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. സംഭവിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം ആൾക്കാര് തീവ്രമായ സ്ലോട്ട് ഔട്ടിലേക്ക് പോകുമ്പോ ഒരു കൂട്ടം ആൾക്കാർക്ക് എന്തായാലും ചിരി വന്നിട്ടുണ്ടാവും. കാരണം അപ്പുറത്ത് സ്പേഴ്സ് ആണ്. സ്പേഴ്സിന്റെ ഫാൻസിന് റിയാക്ഷൻ കണ്ട് അവർക്കും ചിരി വന്നു. സോ ഞാൻ ഇന്നലെ വായിച്ചതിൽ എനിക്ക് തോന്നുന്നു ജെയിംസ് പിയേഴ്സ് ആണോ അതോ വേറെ ആരോ ഇട്ടതാണോ അറിയില്ല, ഇറ്റ്സ് ലൈക്ക് എ ട്രാജിക് കോമഡി എന്നാ പറഞ്ഞു. എനിക്ക് ശരിക്കും അങ്ങനെ തോന്നിയത്. ആ റിസൾട്ട്, ആ പെർഫോമൻസ്, സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്, സ്റ്റേറ്റ് ഓഫ് ദ ക്ലബ്, ഫാൻസ് ആസ് സച്ച് ഇവിടെയുള്ളവർ തന്നെ 4-0, 5-0, 3-0 ഒക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ട് സോബോസ്ലൈക്ക് ഉന്നുള്ളത് കൊണ്ട് വല്ലപ്പോഴും ഗോള് കിട്ടുന്നുണ്ട്. എങ്കമോഹനെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, എങ്കമോഹൻ സ്റ്റാർട്ട് ചെയ്തു. സലനെ ഇരുത്താൻ പറഞ്ഞു, സലനെ ഇരുത്തി. ഫ്രിംപോങ്ങിനെ വിങ്ങർ കളിപ്പിക്കണം എന്ന് പറഞ്ഞു, ഫ്രിംപോങ് വിങ്ങർ കളിച്ചു. ഇതിലും കൂടുതൽ ലൈനപ്പ് വൈസ് ഒന്നും ചെയ്യാനില്ല. ഇത്രേ ഉള്ളൂ പ്ലേയേഴ്സ്. മാനേജറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാനേജറിനും ഇതിലും കൂടുതൽ ചെയ്യാനുണ്ട് എന്ന് അയാളുടെ ബോഡി ലാംഗ്വേജിലോ അയാളുടെ ഒരു മാച്ച് ടാക്ടിക്സിലോ പ്രത്യക്ഷത്തിൽ കാണാനില്ല. ഒരു ലൈനും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, ബാക്കിയുള്ളതിലേക്ക് പോവാം. സ്ലോട്ടിന്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്ലോട്ട് പറയുണ്ടായി, പ്ലേയേഴ്സിനെയാണ് ഫാൻസ് കൂവിയത്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗണേശന് തുടരാം. അതെ, നീ പറഞ്ഞത് ഞാന് ഫസ്റ്റ് ആ ഒരു സെന്റൻസ്, അതായത് എങ്കുമോഹ സ്റ്റാർട്ട് ചെയ്തു, ഫ്രിംപോങ് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം ഓക്കെ. പക്ഷെ കൂടെ കളിച്ചത് ഗാക്പോ ആണെന്ന് മാത്രം. കളിക്കുന്ന ആരാണെന്ന് അറിയണത്. ഇപ്പൊ നമ്മള് മുമ്പ് ഈ ഫ്രഞ്ച് പ്ലേയേഴ്സിനെ ഇറക്കി വിടുമ്പോ, അതായത് മേ ബി യങ് പ്ലേയേഴ്സിനെ ഇറക്കി വിടുമ്പോ നമ്മള് അങ്ങനെ ഫ്രണ്ട് ത്രീ അങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് നമ്മൾ ഇറക്കില്ല. എന്നിട്ട് ആ പ്ലേയേഴ്സിനെ നമ്മള് അനലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കപ്പ് ഗെയിംസിനൊക്കെ ചിൽഡ്രൻ ടീമിന്റെ കൂടെ കളിക്കുമ്പോൾ നമ്മള് ഈ കളിക്കാത്ത പയ്യന്മാരെ കളിപ്പിക്കും വിത്ത് എ വീക്ക് ഫ്രണ്ട് ലൈൻ. എന്നിട്ട് അവർ നന്നായി കളിച്ചില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ന്യൂനസ് വിൽ ബി ഹാവിങ് എ ബാഡ് റൺ. ന്യൂനസിനെ ആ കപ്പ് ഗെയിം ഇറക്കി വിട്ടിട്ട് അതിന്റെ കൂടെ കിയേഴ്സയോ അങ്ങനെ ആരെങ്കിലും ഇറക്കി വിടുന്ന പോലെയാണ്. അപ്പോ ആ ഫ്രണ്ട് ത്രീ മൊത്തം എഫക്റ്റീവ് ആവില്ല. അപ്പോ എങ്കുമോയും ഫ്രിംപോങ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമുക്ക് ആകെ ഫ്രണ്ടിൽ അറ്റാക്ക് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാനുള്ള ഗാക്പോ ആയിട്ടാണ് കളിച്ചത്. അപ്പോ അതില് കുറെ ചാൻസസ് എങ്കുമോഹ ക്രിയേറ്റ് ചെയ്തു. ഗാക്പോയുടെ പൊസിഷൻ നോക്കണമായിരുന്നു, ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് നമ്മൾ ഇറക്കുമ്പോൾ അതിനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിലുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറിനെ നമ്മൾ കളിപ്പിക്കുന്നില്ല. ഇല്ലെങ്കിൽ ബാക്കി ഇപ്പോ ഗാക്പോനെയും സാലിനെ ഇറക്കുമ്പോൾ എക്കിറ്റിക്കിനെ കളിപ്പിക്കും. അപ്പൊ ഗാക്പോ എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കുക? ഔട്ട്പുട്ട് തരില്ല. അപ്പൊ എക്കിറ്റിക്കും കളിക്കാൻ പറ്റില്ല, എക്കിറ്റിക്ക് ഐസൊലേറ്റ് ആവും. സാലെ ആ സൈഡിൽ കളിക്കുന്നില്ല, അതുകൊണ്ടാണ് ഫ്രിംപോങ്ങിനെ നമ്മൾ ഇറക്കിയത്. ഒരു കാര്യം മര്യാദക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം മര്യാദക്ക് ചെയ്യില്ല. അതും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നീട് കളി എന്താ പറയാ, തോൽക്കാൻ നിങ്ങൾ ഗോൾ അടിക്കുക, ഞങ്ങൾക്ക് ഡ്രോ മതി,
അങ്ങനെ കളിച്ചു വെച്ചാൽ ഇപ്പൊ തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ കളിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ കോളോമുവാനി ഗോൾ അടിക്കുന്ന വിചാരിച്ച് ഭാഗ്യത്തിന് അസിസ്റ്റ് കൊടുത്തു. എന്റെ ഒരു പ്രഡിക്ഷൻ അതായിരുന്നു. കാരണം വെച്ചാൽ സാധാരണ ലിവർപൂൾ തോറ്റു കഴിഞ്ഞാൽ നമ്മള് ഉറക്കം വരില്ല. ചിലപ്പോ യൂഷ്വലി ഡിന്നർ കഴിക്കുന്നതിന് മുന്നെയാണ് കളി എന്ന് പറഞ്ഞാൽ കളി തോറ്റു കഴിഞ്ഞാൽ കഴിക്കാൻ പോലും തോന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, വെള്ളം കുടിക്കാൻ തോന്നില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെ ആ ഒരു പ്രശ്നമൊന്നും ഇപ്രാവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ തോറ്റാലും നല്ല സുഖമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിനൊന്നും പ്രശ്നമില്ല. നല്ല 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 രസമാണ്. താങ്ക്സ് ടു ആർനെ സ്ലോട്ട്. അതാണ് ഒരു ടെൻഷൻ ഇല്ല. ലിവർപൂൾ കളി കാണുമ്പോൾ മുമ്പ് ടെമ്പറേച്ചർ ഒക്കെ ഇങ്ങനെ ഇൻക്രീസ് ആയി എന്താ ചെയ്യണമെന്ന അവസ്ഥ. ചിലപ്പോ ഞാൻ വൈഫിനോടൊക്കെ പറയും, ചിലപ്പോ ഫീവർ വരും, ചിലപ്പോ ഇങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, കൈയും കാലൊക്കെ ഷിവറിങ് ആവും. ലൈക്ക് നമ്മൾ ഈ എന്താ പറയാ റൈവൽസിന്റെ കൂടെ കളിക്കുമ്പോ സിറ്റിയുടെ കൂടെയോ അല്ലെങ്കിൽ യുണൈറ്റഡിന്റെ കൂടെയൊക്കെ കളിക്കുമ്പോൾ ഒരുമാതിരി ടെമ്പറേച്ചർ അങ്ങനെ പ്രഷർ കയറിയിട്ട് ഒരുമാതിരി ഷിവറിങ് പോലെ, ഫാൻ ഇട്ടില്ലെങ്കിലും അമ്മാതിരി ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് വരും. ഇപ്പൊ അതൊന്നും ഇല്ല. താങ്ക്സ് ടു ആർനെ സ്ലോട്ട്. നമ്മൾ ആ ഒരു ടെൻഷൻ നമുക്ക് വയസ്സായെന്ന് മനസ്സിലായി കാണാം ആർനെ സ്ലോട്ടിന്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഇപ്പുറത്ത് തന്നെ തരണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും. സോ അതിന് ആർനെ സ്ലോട്ടിന് നന്ദിയുണ്ട്. എന്തായാലും കളി ടെൻഷൻ ഇല്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. കളി തോറ്റാലും ജയിച്ചാലും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. സോ നല്ല 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 രസമുണ്ട് കളി കാണാൻ. ഹെൽത്തിനൊരു ഇഷ്യൂസ് ഇല്ല. ഹെൽത്തിനൊരു ഇഷ്യൂസ് ഇല്ല. സ്ലോട്ട് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മൈ ഹെൽത്ത്. ഇത് മിക്കവാറും സ്ലോട്ടിന്റെ അവസാനത്തെ സീസൺ ആണ് ഇവിടെ. ഇംപ്രൂവ്മെന്റ് എന്നുള്ളതല്ല, ഇംപ്രൂവ്മെന്റ് പോട്ടെ, ഇംപ്രൂവ്മെന്റ് എന്നുള്ള ആ ഭാഗത്തേക്ക് നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല. സസ്റ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ബട്ട് ഓൾ ഇൻ ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ഹാസ് ഗിവൺ അപ്പ്. ഇത് സൊബോസ്ലൈ അല്ലാണ്ട് പിന്നെ കളിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് കളിക്കുന്ന റിയോ മാത്രമേ ഉള്ളൂ. കാരണം റിയോന്റെ 17ാം മാച്ചിലല്ല, ഫസ്റ്റ് സ്റ്റാർട്ട് ഓഫ് PL. അപ്പം ആ ഒരു വൈബ് ഉള്ളതുകൊണ്ട് അത് കളിക്കുന്നു. ബാക്കിയുള്ളവർ കൈ ഒഴിഞ്ഞതാണ്. ആർക്കും ഒരു താല്പര്യമൊന്നുമില്ല. അവർക്ക് ഇത് അവരെ സീസൺ സാൽവേജ് ചെയ്യണം എന്നുള്ള ഫീലിംഗ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്. So sad state, but that's a reality. Yes. റോബിനെന്തോ പ്രശ്നമാണ്. എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ഗ്രൂപ്പില് കഴിഞ്ഞ ദിവസം കണ്ടു എല്ലാവരും ആകെ നിരാശയിലാണ്. അപ്പോ ആ സമയത്ത് എന്റെ അടുത്ത് കമന്റ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ വെറുതെ അവരുടെ ഒരു മൂഡ് ബ്രേക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു ഇത് കാരണം ഈ പ്രോസസ്സിലൂടെയൊക്കെ എല്ലാവരും കടന്നു പോകണേ, നമ്മൾ അതിന്റെ ഇടയിൽ വന്ന് ബ്രേക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം ഒന്നും കമന്റ് ചെയ്യാനിരുന്ന. കാരണം എനിവേ നമ്മുടെ ലിവർപൂൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ആൻഫീൽഡില് ഇങ്ങനെ ഒരു ഭയങ്കര ഡിസപ്പോയിന്റിങ് പെർഫോമൻസ്, ഡിസപ്പോയിന്റിങ് റിസൾട്ട്, ഇതൊക്കെ കാണുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്കൊരു വിഷമവും ദേഷ്യവും ഒക്കെ വരും. അപ്പൊ അങ്ങനെയുള്ളൊരു ഫീല് ഈ മാച്ചിൽ എന്തായാലും വരുന്ന. കാരണം നമ്മൾ ജയിച്ചെങ്കിൽ നമ്മൾ ഫോർത്ത് എത്തിയേനെ, അങ്ങനെയുള്ളതിലായിരുന്നു യുണൈറ്റഡ് ആയിട്ട് ഒരേ പോയിന്റിൽ. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ നാച്ചുറലി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി എല്ലാവരും. ഭയങ്കര റിയാക്ഷൻ അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അപ്പോ കമന്റ് ചെയ്തിട്ട് അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന പോലെ ഫീൽ. അത് കാരണം ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചു. കാരണം ഞാനിപ്പോഴും നിങ്ങൾ പലരും ഒരുപാട് ആൾക്കാർ സ്ലോട്ട് ഔട്ട് ഇതിലാണ്, ക്യാമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്താത്ത ആൾക്കാരും പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ റെസ്പെക്ട് ചെയ്യണം. അവര് സ്ലോട്ട് ഔട്ട് ആണെന്നുള്ളത് അവരുടെ ഫീലിങ്സ് ആണ്. അതിന് ഒരുപാട് വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ശരിയാണ്, പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടില്ല, അങ്ങനെയുള്ളതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോഴും ഞാൻ സ്ലോട്ടിൽ തന്നെ ബിലീവ് ചെയ്യുന്ന ആളാണ്. അതും നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് എന്റേതായ റീസൺസ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ കുറെ പ്ലേയേഴ്സ് സീനിയർ പ്ലേയേഴ്സ് ആണ് പ്രത്യേകിച്ച് നമ്മളെ ഡ്രോ. ഇപ്പൊ ക്രിസ് പറഞ്ഞല്ലോ 90 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഗോള് കൺസീഡ് ചെയ്യും എന്നുള്ളത് ഒരു നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതില് ആ സീനിയർ പ്ലേയേഴ്സിന്റെ ആ സമയത്ത് മെന്റാലിറ്റി ആണ് ശരിക്ക് ക്വസ്റ്റ്യനബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. കാരണം റിയോ ആയാലും വേർഡ്സ് നന്നായിട്ട് കളിച്ചു മീൻസ് ആ ഫൈനൽ തേർഡില് ഇപ്പോഴും ആ ഷാർപ്നെസ് കിട്ടിയിട്ടില്ല. കോൺഫിഡൻസ് വേണ്ട, ചിലത് ഷൂട്ട് ചെയ്യേണ്ട ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു.
എന്നാൽ തന്നെ സല ഇറങ്ങി വന്നിട്ട് സല എന്താ കാണിച്ചത്? സല വന്നിട്ട് സാധാരണ സ്കോർ ചെയ്യുന്ന ആ സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് പന്ത് അടിച്ചു കളഞ്ഞു. ഈവൻ ഗാക്പോ സല വന്നപ്പോ നന്നായിട്ട് പെർഫോം ചെയ്തു. ആ സെന്ററിൽ നിന്ന് കളിച്ചപ്പോ കുറെ നല്ല പാസുകളൊക്കെ കൊടുത്തു. ഗാക്പോ അങ്ങനെ ഭയങ്കര മോശം കളിയായിരുന്ന ചാൻസ് മിസ് ചെയ്തു, ശരിയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നന്നായിട്ട് കളിക്കുകയും ചെയ്തു. പക്ഷെ സലയ്ക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ റോബർട്ട്സണൊക്കെ എത്ര ഡുവൽസാ മിസ് ചെയ്തേ. അങ്ങനെ ഒരു ഡുവൽ മിസ് ചെയ്തെന്നാണ് കൊളംബുവാനി അസിസ്റ്റ് കൊടുക്കുന്നതിലെത്തിയത്. അത് VVD യൂഷ്വൽ പ്രൈം VVD ഒന്നും അത് ഗോൾ അടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് VVD. പക്ഷെ VVD അത് ഗോൾ അടിക്കാൻ സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ഈ മെന്റാലിറ്റി, നമ്മുടെ സീനിയർ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അത് സോൾവ് ചെയ്യണം. പക്ഷെ അതെന്താ വെച്ചാൽ അത് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് ട്രെയിനിങ്ങിലൂടെയോ അങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇതിൽ പലരും ഈ സീസൺ കഴിയുമ്പോൾ പോവും. ഇപ്പൊ സ്ലോട്ട് പോവും എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നവരുടെ വിശ്വസിക്കുന്നവരുടെ പോലെ തന്നെ ഈ സല, VVD ഒക്കെ ഇവരൊക്കെ റോബർട്ട്സൺ ഇവരൊക്കെ പോവാൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ വരുന്നത് ഈ സീസൺ കഴിയുമ്പോഴാണ്. കാരണം ഇപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും സൊല്യൂഷൻ ഇല്ല. ഇപ്പോ എന്റെ കണക്കൂട്ടലില് FSG സ്ലോട്ടിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിസൾട്ട്സ് ഒന്നും അവരെ സംബന്ധിച്ച് ലോങ് ടേം അല്ല, ഈ സീസണൽ ഒബ്ജക്റ്റീവ്സിനെ ബാധിക്കുന്ന കാര്യമല്ല. അവര് ഇപ്പോ ടോപ്പ് 4 അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ അത് കിട്ടുക, ചാമ്പ്യൻസ് ലീഗില് ലേറ്റസ്റ്റ് സ്റ്റേജസിൽ എത്തുക, അല്ലെങ്കിൽ കപ്പ് അടിക്കുക, FA കപ്പ്, അതും ഇതിലൊക്കെ നമ്മളിപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പോ നമുക്കറിയില്ല, കഴിഞ്ഞ ദിവസത്തെ ലൈനപ്പ് പോലും ചാമ്പ്യൻസ് ലീഗിന്റെ പ്രയോറിറ്റി കൊടുത്ത് റെസ്റ്റ് ചെയ്യിപ്പിക്കുക ചെയ്തേ. അപ്പൊ എനിക്കുള്ളത് ഈ ഒബ്ജക്റ്റീവ്സ് സ്ലോട്ടിന് ക്ലിയർ ആണ് എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. അതനുസരിച്ച് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്ത്. കാര്യം ഞാൻ പെർഫോമൻസിൽ ഹാപ്പി ഒന്നുമില്ല, ഞാൻ പറയുന്നു, സംശയമൊന്നുമില്ല, പെർഫോമൻസിൽ ഹാപ്പി അല്ല. അത് പ്രധാനമായിട്ട് സീനിയേഴ്സ് പ്ലേയേഴ്സിന്റെ ആണ്. അത് ഞാൻ സ്ലോട്ട് പറയുന്നതിനോട് ശരിക്ക് പറയുന്ന ബൂ ചെയ്തത് സ്ലോട്ടിനെ അല്ല, പ്ലേയേഴ്സിനെ തന്നെയാണ്, സീനിയർ പ്ലേയേഴ്സിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ബൂ ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണം. യെസ്, എന്താണ് ഗണേശ? അല്ല, ഈ പ്രീമിയർ ലീഗിന് കളിക്കാൻ വേണ്ടി, ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ വേണ്ടി റെസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ആർക്കാ റെസ്റ്റ് കൊടുത്തേ? ഇതേ സീനിയർ പ്ലേയേഴ്സിന് തന്നെയല്ലേ റെസ്റ്റ് കൊടുത്തേ. അപ്പൊ സുദീപ് ഉദ്ദേശിക്കുന്നത് സാല സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലല്ലേ പറയുന്നേ. ആർക്കാ റെസ്റ്റ് കൊടുത്തേ? സാലക്കല്ലേ റെസ്റ്റ് കൊടുത്തേ? അതന്നെയാണ്. സാലയില്ലേ? സാലയുണ്ടല്ലോ അതിന്റെ കൂട്ടത്തില്. മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ അത് ജോഗോമസിന്റെ മിസ്റ്റേക്ക് ആണ്, VVDന്റെ അല്ല. ജോഗോമസ് എന്തിനാ കവർ ചെയ്യാൻ തോന്നുന്നു? ഓൾറെഡി കൊളമുവാനിയുടെ ഷോട്ട് കവർ ചെയ്യാൻ VVD ഉണ്ട്. അതും പുറകെ നിന്ന് VVDയുടെ പുറകെ നിന്നത് ഗോമസ് ആണ്, മാൻമാർക്ക് ചെയ്യാതെ. പറയുമ്പോ എല്ലാം പറയണം. പ്ലേയേഴ്സിന്റെ, സീനിയർ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി വെച്ചിട്ട് നമ്മള് സ്ലോട്ടിനെ കവർ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. സീനിയർ പ്ലേയേഴ്സ് അവരെ കൊണ്ടാവുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ വെറുതെ വെള്ളം പൂശിയിട്ട് കാര്യമില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്ലോട്ടിന് പണിയറില്ല എന്ന് വേണം പറയാൻ. നമ്മള് ആ ക്ലോപ്പിന്റെ ആ ഒരു ഷാഡോയില് കവറായി പോയി എന്ന് മാത്രം ഫസ്റ്റ് സീസൺ. ഇപ്പോഴാണ് ആളുടെ സ്വരൂപം പുറത്തു വരുന്നത്. ആൾക്ക് സത്യമായിട്ട് പണി അറിയില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വന്ന അയാളുടെ ടാക്ടിക്സ് ഇൻജെക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ക്ലോപ്പിന്റെ ആ ഒരു കണ്ടിന്യൂഷനിൽ ആള് ഷാഡോ ആയി പോയി എന്ന് മാത്രം. അയാളെ കൊണ്ട് അയാളുടെ എന്താ പറയാ ഫിലോസഫി ഇവിടെ ബിൽഡ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റില്ല. ഇനിയിപ്പോ VVD പോയാൽ തന്നെ ആരാ? ജെറമി ജാക്കറ്റ് വരും, പിന്നെ കൊണാട്ടയാണിത്. പിന്നെ കുറെ കൊണാട്ടേനെ കുറ്റം പറയാ. സീനിയർ പ്ലേയേഴ്സിനെ ബൂ ചെയ്തു. ആൻഫീൽഡ് അങ്ങനെ പ്ലേയേഴ്സിനെ ബൂ ചെയ്യുന്ന ചരിത്രം ഇതുവരെ ഇല്ല. മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ജനറേഷനിൽ എന്തായാലും ഇല്ല. അത് ആർനെ സ്ലോട്ടിൽ തന്നെയാണ്. അയാൾക്ക് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരെ പറയുന്നത്. ഓക്കെ, സോ അത് ആള് വെറുതെ ഇങ്ങനെ കവർ ചെയ്ത് ആൾക്ക് പോലും ഇത്ര ഡിഫെൻഡ് ചെയ്തില്ല. നമ്മളിങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അയാൾക്ക് തന്നെ അറിയാം അയാളുടെ പണി പോകുന്നത്. ജെയിംസ് പിയേഴ്സ്, നിങ്ങളുടെ സ്വന്തം ജെയിംസ് പിയേഴ്സ് വരെ പറഞ്ഞു പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞു, ഇനിയുള്ള വീഴ്ച താഴത്തോട്ട് തന്നെയാണ്, ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ഒന്നും ചെയ്യില്ല, അടുത്ത സീസൺ എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ മുടി വളർത്താനൊക്കെ നോക്കി, ആർനെ സ്ലോട്ട് ഉണ്ടാവില്ല, ഉറപ്പാണ്. നോക്കിട്ട് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതായിരിക്കും.
പക്ഷെ ഈ പ്ലേയേഴ്സ് നമ്മൾ എത്രത്തോളം പറയുന്നു, ഈവൻ ഞാൻ തന്നെ പറഞ്ഞു പ്ലേയേഴ്സ് ലുക്ക് ഇൻട്രസ്റ്റഡ്. എത്രത്തോളം പ്ലേയേഴ്സ് വേണ്ടാന്ന് വെച്ചാലും അവരുടെ ആ ഒരു എന്താ പറയാ ഒരു സബ് കോൺഷ്യസ് ആയിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ലേ? അതുപോലെ ഇപ്പൊ ഉണ്ടാവില്ല. കാരണം നമ്മുടെ എൻറ്റയർ മിഡ് എന്ന് പറയുന്ന സാധനം ഇപ്പം ബ്ലാങ്ക് ആണ്. നമ്മൾ എന്ത് 4-2-2 ആണെന്നുണ്ടെങ്കിലും 4-2-3-1 ആണെങ്കിലും അല്ലെങ്കിൽ 4-4 ആണെന്നുണ്ടെങ്കിലും സെന്റർ ഓഫ് ദ പിച്ച് നമുക്ക് ബ്ലാങ്ക് ആണ് എന്നും. നമ്മുടെ ബോക്സിൽ കുറെ ആൾക്കാരുണ്ടാവും, അപ്പുറത്തെ ബോക്സിൽ കുറെ ആൾക്കാരുണ്ടാവും, നടുക്ക് ആരുമില്ല. അതൊരു ഒരു എന്താ പറയാ പാറ്റേൺ ആണ് ഈ ത്രൂ ഔട്ട് ദ സീസൺ. ഇത് ഇന്നലെയും ഉണ്ട്. ഇന്നലെ സെക്കൻഡ് ഹാഫിൽ തന്നെ ഈ സെക്കൻഡ് ഹാഫിൽ അറൌണ്ട് 75 ഏകദേശം ആ മിനിറ്റ് മുതൽ അങ്ങോട്ടേക്ക് നോക്കിയുള്ള കളി നോക്കുകയാണെങ്കിൽ അതൊരു പിങ് പോങ് ആയിരുന്നു. ഇവിടുന്ന് ആലിസന് കാൽബോൾ ബോൾ കിട്ടിയാൽ ആലിസൺ അപ്പുറത്തേക്ക് അടിക്കുമ്പോൾ അവിടെ ചാൻസ്, അവിടുന്ന് മിസ് ചെയ്ത് വികാരിയോ ഇപ്പുറത്തേക്ക് ലോങ് ബോൾ അടിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ട്. നമ്മളെ ബോക്സിൽ ഒരു 6 ആൾക്കാരുണ്ടാവും, അവരെ ബോക്സിലും ബാക്കിയുള്ള 4 ആൾ അവിടെ ഉണ്ടാവും, നടുക്ക് ആരുമില്ല. ഈവൻ പക്ഷെ എന്നിരുന്നാലും അവർ കൊടുക്കുന്ന എല്ലാ ക്രോസുകൾ, അത് റൈറ്റ് സൈഡിൽ ഫോറോ ആയാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റിച്ചാൾസനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ക്രോസ് കൊടുക്കുന്നുണ്ടെങ്കിലും വി നെവർ വിൻ ദ ഫസ്റ്റ് ബോൾ, വി നെവർ വിൻ ദ സെക്കൻഡ് ബോൾ ആസ് വെൽ. ഇതിന്റെ റീസൺ വെച്ചാൽ നമ്മൾ പ്ലേയേഴ്സ് എല്ലാം അടുത്തടുത്തടുത്താണ് നിൽക്കുന്നുള്ളത്. അത് ഒരു പ്ലെയറിനെ കവർ ചെയ്യാൻ 3-4 ആൾക്കാരും ബാക്കിയുള്ള പ്ലെയറോട് കംപ്ലീറ്റ്ലി ഫ്രീ. നമ്മളെ ഗോൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ റോബർട്ട്സൺ റിച്ചാൾസൺ അടിച്ച ഗോൾ റോബർട്ട്സൺ കവർ ചെയ്തു, റോബർട്ട്സൺ എന്താ കിട്ടിയില്ല ബോൾ, തൊട്ടടുത്ത് VVD. അത് രണ്ടുപേരും അവിടെ ഉണ്ട് പറഞ്ഞ് ഗോമസ് എന്ത് ചെയ്യണം, റിച്ചാൾസൺ കവർ ചെയ്യണം. നിന്നില്ല, അവരും വന്നു ഈ ബോളിന്റെ അടുത്തേക്ക്. ഈ നമ്മൾ എന്താ പറയാ ഈ ലഞ്ച് ബ്രേക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ കളിക്കുന്ന ലഞ്ച് ബ്രേക്കിൽ കളിക്കില്ലേ, ബോൾ എവിടെ ഉണ്ടോ അവിടെയാണ് എല്ലാവരും. ആ ലെവലിലേക്ക് നമ്മുടെ ഡിഫെൻഡിങ് മാറുന്നുണ്ട്. അത് മാനേജറിന്റെ അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫ് അവർ ചെയ്യേണ്ടതാണ്. അത്ര പോലും പറയാൻ പറ്റാത്തൊരു കോച്ചിങ് സ്റ്റാഫ് ഒന്നുമല്ലല്ലോ ഇവിടെ. സോ പ്ലേയേഴ്സ് ഡസന്റ് വാണ്ട് ടു പ്ലേ, അതൊരു സൈഡിലുണ്ട്. ബട്ട് മാനേജർ ഇസ് നോട്ട് ഹെൽപ്പിംഗ് ഈതർ. എങ്ങനെയാണ് ഇവര് ഓഫ് ദ ബോൾ പൊസിഷനിങ് എന്താന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. പല സമയത്തിൽ പല മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഞാൻ എങ്ങോട്ടാ കളിക്കേണ്ടത്, ഞാൻ എവിടെയാ നിൽക്കേണ്ടത് എന്നുള്ളത് സൈഡ് ലൈൻ നിന്ന് സ്ലോട്ടിനോട് ചോദിക്കുന്നു. അത് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിലാകെ ചോദിക്കാത്തത് സോബോസ്ലേ ഉള്ളൂ. കാരണം അവർ എല്ലാ പിച്ചിന്റെ എല്ലാ ഭാഗത്തുള്ളതുകൊണ്ട് ബാക്കി എല്ലാവരും ചോദിച്ചത്. എന്താണ് ക്രിസ് സ്റ്റക്കായിരുന്നു? ഇല്ലല്ല, ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതെ, എന്താ പറയാ പറഞ്ഞു എന്താണ് പക്ഷെ ഈ ഹ്യൂഗ്സിന്റെ പ്രശ്നം അല്ല, ഞാൻ ഒരു സ്റ്റാറ്റ് നോക്കായിരുന്നു, അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ആ സ്റ്റാറ്റ് അതിൽ ആ സ്റ്റാറ്റ് കിട്ടിയാലേ എനിക്ക് എന്റെ പോയിന്റ് ഫാക്ച്വലി കറക്റ്റ് ആണോ നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുമ്പോ എനിക്ക് വന്നൊരു തോട്ടാണ്. ലാസ്റ്റ് സീസൺ ക്ലോപ്പിന്റെ ഒരു മസിൽ മെമ്മറി, അത് ഞാൻ തുടക്കം തന്നെ കഴിഞ്ഞ സീസണും പറഞ്ഞിട്ടുണ്ട്, ഒരു മസിൽ മെമ്മറി എന്തായാലും ഉണ്ടാവും. ഒരു പ്ലേയേഴ്സിനൊരു ആ ഒരു മസിൽ മെമ്മറി ഇല്ലേ, ഓട്ടോമാറ്റിക്കലി ക്ലോപ്പിന്റെ ഒരു സ്റ്റാറ്റിക്സിലേക്ക് പോകുന്നതുകൊണ്ട് സ്ലോട്ടിന് എന്തായാലും അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആവില്ലല്ലോ, ലീഗ് അടിക്കില്ലല്ലോ ക്ലോപ്പ്. ഞാൻ പറയുന്നത് കഴിഞ്ഞ സീസണിൽ നിന്നും ഈ സീസണിലേക്ക് വരുമ്പോ സ്ലോട്ട് അവിടെ നിൽക്കട്ടെ, സ്ലോട്ടിന്റെ ടാക്ടിക്സ് വർക്ക് ആവുന്നില്ല, ഓക്കെ, വി ക്യാൻ അഗ്രി വിത്ത് ദാറ്റ്. കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് സ്ക്വാഡിന്റെ കോമ്പോസിഷൻ നോക്കുമ്പോ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഒന്നും നമുക്ക് ഈ സീസൺ ഇല്ല. അത് ശരിക്കും ഒരു റിച്ചാർഡ് ഹ്യൂസിന്റെ ഫസ്റ്റ് സീസൺ ആണ് ശരിക്കും. കാരണം ലാസ്റ്റ് സീസൺ ഇറ്റ് ഡിഡ്ന്റ് ബൈ എനി പ്ലെയർ. ഹാവിങ് ലോസ്റ്റ്, കാരണം നമ്മളിൽ പലരും ഇപ്പം നമ്മുടെ ടീമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പലരും ഈ വിൻഡോനെ ഒരു 8 out of 10 7 out of 10 ഒക്കെ 9 out of 10 കൊടുത്തവരൊക്കെ ഉണ്ട്. ഇസാക്ക് മറ്റേന്ന് പറഞ്ഞു. വി ലോസ്റ്റ്, ലാസ്റ്റ് പോഡ്കാസ്റ്റിലും ഞാൻ പറഞ്ഞതാണ്, ഞാൻ വീണ്ടും അത് തന്നെയാ പറയുന്നത്. വി ലോസ്റ്റ് ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ്, വി ലോസ്റ്റ് ലൂയിസ് ഡിയാസ്, we lost Darwin Núñez, we lost Diego Jota, we lost Harvey Elliott, we lost
ആരാളുള്ളത് ഒന്നും കൂടെ? സിമിക്കസ് ഉള്ളത്. സിമിക്ക. ഓക്കെ, അതും ടൈലർ മോർട്ടൺ. അല്ല, അവരൊന്നും കളിച്ചിട്ടില്ലല്ലോ. സോ ഞാൻ നോക്കിയത് ശരിക്കും ഇവരുടെ ക്യുമുലേറ്റീവ് മിനിറ്റ്സും ഈ വർഷത്തെ ബേസിക്കലി ഈ 6 പ്ലേയേഴ്സിൽ നമ്മൾ സൈൻ ചെയ്ത പ്ലേയേഴ്സിൽ ഇസാക്ക് കളിച്ചിട്ടില്ല, ആകെ ഹാൻഡ്ഫുൾ ഓഫ് മിനിറ്റ്സ്. Frimpong has barely played. If you look at it from a season perspective, has barely played. Ekitike has played. Wirtz has played. Kerkez has played. So 3 players have played. But we've lost 6 to 7 players. Appo I'm thinking from a slot point of view, like why? കാരണം പുള്ളിക്ക് പണി അറിയില്ല എന്നുള്ള ഒരു ഇത്, because he did well in Dutch. നമ്മുടെ പാരാമീറ്റേഴ്സിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ലോട്ടിനെ പുറത്താക്കുകയാണെങ്കിൽ നമുക്ക് ഫാൻസിന് പറയാം ജാബി അല്ലെങ്കിൽ ലൂയിസ് എൻട്രിക്ക് എന്ന്. പക്ഷെ FSG അല്ലെങ്കിൽ മൈക്കൽ എഡ്വേർഡ്സ് ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്തത്. സോ നെക്സ്റ്റ് ഹൂവർ ദി അപ്പോയിന്റിങ്, അവർ ഈ പാരാമീറ്റേഴ്സിനെ പറ്റിയ ഒരു മാനേജർ ആയിരിക്കും സൈൻ ചെയ്യുന്നത്. സോ അതില് ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് സ്റ്റിൽ തിങ്ക് സ്ലോട്ട് ഇസ് ദ ഗായ്. അപ്പോ സ്ക്വാഡ് ഇത്രത്തോളം വീക്കായ സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ Szoboszlai is playing right back. He has to play in midfield on Wednesday Gravenberch has to start every game. McAllister has to start every game. Salah കത്തി തീർന്നു. So I'm just thinking, അതായത് ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന, you can technically say Salah also left last season. ഇപ്പത്തെ കളി കണ്ടത് വെച്ച് അത് ഇൻസ്പിറേഷൻ ഇല്ലായ്മ കൊണ്ടാണോ അതോ കളി എന്താ പറയാ സ്പേസ് പോയത് കൊണ്ടാണോ എനിക്കറിയില്ല. സോ ഐ ഫീൽ ദാറ്റ് whatever we had planned ഈ സീസൺ തുടങ്ങുമ്പോ has completely failed. And that failure is purely down to ഏറ്റവും responsibility I will put it with Slot, yes, but Hughes, Edwards and FSG. അവർ 125 million അപ്രൂവ് ചെയ്തു, 130 million അപ്രൂവ് ചെയ്തു. ഇസാക്ക് കളിച്ചാൽ ഇപ്പൊ സീസൺ മാറിയനെ. സോ ഇപ്പം സ്ലോട്ടിനെ സാക്ക് ചെയ്തുകൊണ്ട് അടുത്ത സീസൺ ഈ എഡ്വേർഡ്സിനെയും ഹ്യൂസിനെയും വെച്ചിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വർക്കായില്ലെങ്കിൽ ഒരാളുടെ തലയിൽ ഇട്ടിട്ട് അയാളെ പുറത്താക്കിക്കൊണ്ട് നമുക്ക് പുതിയൊരാളെ, ഇപ്പൊ ജാബി അലോൺസോനെ കൊണ്ടുവന്നിരിക്കട്ടെ, ജാബി അലോൺസോ വുഡ് വാണ്ട് ടു പ്ലേ 3 at the back. So we have to rip apart everything and we lose Salah, Van Dijk. Like നമ്മളൊരു ഹാഫ് ഹാർട്ടഡ് ഒരു അപ്രോച്ച് എടുത്തതാണ് ഈ സീസണിൽ നമുക്ക് ഉണ്ടായ തെറ്റ്. ഇപ്പം ഹൈൻഡ്സൈറ്റ് വി ഷുഡ് നോട്ട് ഹാവ് ഗിവൻ എ ന്യൂ കോൺട്രാക്ട് ടു വാൻ ഡൈക്ക് ആൻഡ് സലാ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സുദീപ് പറയുന്നുണ്ട് ബിക്കോസ് വി കാൺട്ട് ഗോ ഹാഫ് ഹാർട്ടഡ് ഇൻ ടു എ ട്രാൻസിഷൻ. അതായത് ഒരു പകുതി ട്രാൻസിഷനിലേക്ക് പോയി ഇപ്പം സ്ലോട്ട് പോയിട്ട് പുതിയ ആള് വന്നു കഴിഞ്ഞാൽ യു കാൺട്ട് എക്സ്പെക്ട് ദ ന്യൂ മാനേജർ ടു സ്റ്റാർട്ട് വിത്ത് 36-year-old വാൻ ഡൈക്ക്. വീണ്ടും ട്രാൻസിഷൻ ആണ്. അപ്പം ഒന്നെങ്കിൽ യു ഡു യുവർ ട്രാൻസിഷൻ. ഗണേഷ പറ. എനിക്ക് പറഞ്ഞത് എന്താണ് മനസ്സിലായത്, നമ്മൾ എപ്പോ കളി തോറ്റാലും നമ്മള് ഈ റിച്ചാർഡ് ഹ്യൂഗ്സും മൈക്കിൾ എഡ്വേർഡ്സിനെ കൊണ്ടുവരുന്നത് ആണല്ലോ. ഉള്ള ആൾക്കാർ പ്ലേയേഴ്സ് അല്ലേ, അവര് വെച്ച് കളിക്കാൻ പറ്റില്ലേ? ഇതിപ്പോ കുറെ കാലമായി നമ്മള് തോൽക്കുന്ന കളി മൊത്തം ലൂയിസ് ഡിയസിനെ വിറ്റു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ള ആൾക്കാർ യു ഹാവ് വിയേർഡ്സ്, ഫ്രിംപോങ്, എക്കിറ്റിക്കെ ഒക്കെ ഉണ്ട്. വർക്ക് ലോഡ് വിട്, പക്ഷെ കളിക്കുന്ന കളി മര്യാദയ്ക്ക് കളിക്കണമല്ലോ. അത് മെയിൻ അല്ലേ. ഡിസ്പ്ലേ ഓഫ് ഫുട്ബോൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? ആള് കോച്ചിങ്ങിന് വലിയ ആളാണ്, അയാള് പാരാമീറ്റേഴ്സിലൊക്കെ വരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന കളി വേറെ അല്ലേ, മര്യാദയ്ക്ക് കളിപ്പിക്കണ്ടേ? ഇപ്പൊ സാബി അലോൺസോ എന്ന് പറഞ്ഞ സാബി അലോൺസോ ഇസ് നോട്ട് അഡമന്റ് ടു പ്ലേ 3 at the back. അയാൾ 3 at the back തന്നെ കളിക്കണമെന്നില്ല. ആ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് സൈൻ ചെയ്തത് റിച്ചാർഡ് ഹ്യൂസ് തന്നെ അല്ലേ? നിങ്ങൾ സ്ലോട്ടിനെ പുറത്താക്കുന്ന അയാളെ വെച്ചത് റിച്ചാർഡ് ഹ്യൂസ് അല്ലേ? അതല്ലേ നിങ്ങൾ അല്ല നിങ്ങൾ എപ്പോഴും നമുക്ക് ഇവിടെ കളി പറയുന്ന പെർഫോമൻസിനെ കുറിച്ചാണ്, നോട്ട് അബൌട്ട് ദ റിക്രൂട്ട്മെന്റ് തിങ്.
റിക്രൂട്ട്മെന്റ് ഓഫ് സ്ലോട്ട് അങ്ങനെ ഇറ്റ്സെൽഫ് അല്ല, അങ്ങനെ കുറെ ആൾക്കാർ കുറെ ക്ലബിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. കളിക്കാ റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് സാക്ക് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ഡയറക്ടർ ഓഫ് ഫുട്ബോളിനെയോ അല്ലെങ്കിൽ അതിന്റെ സിഇഒനെ ആരും സാക്ക് ചെയ്തിട്ടില്ല. ഉണ്ടല്ലോ. ഫാൻസ് It was, ജസ്റ്റ് വാണ്ട് ദ കോച്ച് ഞാൻ ടു പറയട്ടെ, ചേഞ്ച്, അത്ര ഉള്ളൂ. Arsenal got rid of Mike Edu. They went on to sign Eze. They went on to sign. Got rid of or he stepped down? No, got rid. രണ്ടും ഡിഫറൻസ് ഉണ്ട്. Adiyada, അല്ല, he was on gardening leave. They got rid of him. Manchester United got rid of അവരുടെ ആ ന്യൂകാസിൽ നിന്ന് വന്ന ആള്. വുഡ്വേർഡ് അല്ല, അതിന് ശേഷമാണ് മറ്റേ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ. വാട്ട് ഐ എം സേയിങ് ഇസ്, ഗണേശൻ പറയുന്ന പോയിന്റ് തന്നെ ഞാൻ പറയുന്നത് സ്ലോട്ട് എന്ന വ്യക്തിക്ക് കോച്ചിങ് അറിയില്ല, അയാൾ ഫെയിൽ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ്ബ് ഒരു സ്ട്രക്ചർ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സ്ട്രക്ചർ തന്നെ പോയിരിക്കുകയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് നിങ്ങൾ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തു, അയാൾ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ എഡ്വേർഡ്സും ഹ്യൂസിനെയും നിങ്ങൾ അടുത്ത ആളെ കൂടി വെക്കാൻ അപ്പോയിന്റ് ചെയ്യാണ്. അല്ല, നിങ്ങൾ ഈ സോ കോൾഡ് അലോൺസോ വിൽ ഡെഫിനറ്റ്ലി ഡു ബെറ്റർ ദാൻ സ്ലോട്ടർ. ഇതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. തോന്നലാണ്. അയാൾക്ക് വേണ്ട പ്ലേയേഴ്സ് കൊടുക്കണ്ടേന്നല്ല ഞാനതാ പറയുന്നത്. നിങ്ങളുടെ ഇതിൽ പറയുന്നത് 3 at the back സാബി അലോൺസോ കളിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഗ്യാരണ്ടീഡ്. Fine, 4 ആയിക്കോട്ടെ. Think about if players are really against slot, then they will definitely turn up for the new manager. സാബി എങ്ങനെ ഗ്യാരണ്ടീഡ് ആവണേ? സാബി ബയർ ലെവർകൂസനിലെ ലീഗ് അടിച്ചു, അത് കഴിഞ്ഞുള്ള സീസണിൽ ലീഗ് അടിച്ചില്ല, സക്സസ് ആയില്ല, മാറി, ക്ലബ്ബ് മാറി, റയൽ മാഡ്രിഡ് പോയി, അവിടെ ഫെയിലിയർ ആയി. അപ്പൊ അതെങ്ങനെയാ സാബി അങ്ങനെ ഓട്ടോമാറ്റിക് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റും? എല്ലാ പോലും ഡച്ച് ലീഗിൽ കപ്പടിച്ചോണ്ട് വന്ന വ്യക്തിയാണോ? അല്ല, ഇവിടെ കപ്പടിച്ചു എപ്പോ? എല്ലാ കൊല്ലവും ആണോ? എന്തെങ്കിലും എവിടെ കളിച്ചു? എവിടെ? എല്ലാ കൊല്ലവും ഇതാണോ സാബി അലോൺസോ ചെയ്തത്? ഇത് തന്നെയാണ്. ലെവർകൂസൻ ലീഗ് അടിച്ചു, അടുത്ത കൊല്ലം വേറെ ക്ലബിൽ പോയി. ഇപ്പൊ സ്ലോട്ട് കപ്പടിച്ചു, അപ്പൊ ഈ കൊല്ലം എന്ത് ചെയ്തു? സ്ലോട്ടിനെ കുറ്റം പറയുന്നേ. നിങ്ങൾ അതല്ലേ റീസൺ അതല്ലേ പറയുന്നേ. റീസൺ അതല്ലേ പറഞ്ഞത്, സാബി അലോൺസോ പോയി എന്ന് പറഞ്ഞിട്ട്. അതന്നെയാണല്ലോ ഇവിടെ സംഭവിക്കുന്നേ. അതന്നെയല്ല എന്തുട്ട് സമയം ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് സീസൺ തുടങ്ങുമ്പോ ആർക്കും ആ ഒരു ഗെയിമിന്റെ ഇമ്പ്രൂവ്മെന്റ് കാണത്തില്ല. പക്ഷെ സീസൺ എൻഡ് ആവുമ്പോ ആ നെക്സ്റ്റ് ഇയർ വാട്ട് വി വിൽ സീ ഇൻ സ്ലോട്ട്സ് ടീം എന്ന് കാണാൻ പറ്റും. ഇതില് ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ടീം ലെറ്റർ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് നെക്സ്റ്റ് സീസൺ വാട്ട് ടു എക്സ്പെക്ട് ഇൻ സ്ലോട്ട്സ് ടീം എന്നുള്ളത് അവസാനത്തെ ഒരു 10 ഗെയിം ആകുമ്പോൾ കാണാൻ പറ്റും. ഹൗ വി വിൽ പ്ലേ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോട്ടം ടേബിൾ ആയിരിക്കും സ്ലോട്ട് നിന്ന് കഴിഞ്ഞാൽ. സ്ലോട്ട് നിൽക്കില്ല എന്നാലും ഞാൻ പറയുന്നു, എന്തായാലും അയാൾ പോകും, ഉറപ്പാണ്. പ്ലേയേഴ്സ് എല്ലാവരും ഇമ്പ്രൂവ് ചെയ്തു. കേക്കസ് വന്ന പോലെ ആയിരുന്നില്ല ഇപ്പൊ കളിക്കുന്നത്. കേക്കസ് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി, വേർഡ്സ് ഇമ്പ്രൂവ് ചെയ്തു. പ്രീമിയർ ലീഗിലെ എല്ലാ പ്ലേയേഴ്സ്, പുതിയ പ്ലേയേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു. സീനിയർ പ്ലേയേഴ്സ് ഇതില് പക്ഷെ എന്താ പറയാ, ക്രിസ് പറഞ്ഞതും ഗണേഷ് പറഞ്ഞത് രണ്ടും എന്താ പറയാ ഒരു വൈറ്റ് പോലെയാണുള്ളത്. ഒരാളെ എക്സ്ട്രീം മറ്റൊരാൾ എക്സ്ട്രീം എന്നുള്ളത്. ബട്ട് ഓൾ ഇൻ ഓൾ യൂത്ത്സിന് എഡ്വേർഡ്സും പ്ലേയേഴ്സിനെ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ടു എൻ എക്സ്റ്റെന്റ് ഐ അഗ്രി. കാരണം നമുക്കൊരു CB വേണമായിരുന്നു. ഹി വാസ് ദേർ, എന്നിട്ട് നമ്മൾ ഫൈനൽ മിനിറ്റിൽ സൈൻ ചെയ്തിട്ടില്ല. ദാറ്റ്സ് വൺ. പ്രോബ്ലി അത് ബാക്കിയുള്ള സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവാം. കംപ്ലീറ്റ്ലി അഗ്രി. ഡിയാസ് പോവണ്ട എന്ന സ്ലോട്ട് ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ഉണ്ട്. ആൻഡ് വി സ്റ്റിൽ സോൾഡ് അഗെയിൻ, കംപ്ലീറ്റ്ലി അഗ്രി. പക്ഷെ ഈ ലോഡ്, പ്ലേയേഴ്സ് ഇത്രയും ലോഡ് ഉണ്ട് എന്ന് പറയുന്നത്, ഇപ്പം ക്രിസ്ത്യനെ കുറച്ച് മുന്നേ പറഞ്ഞു, ഗ്രാവൻബർച്ച് ഹാസ് ടു സ്റ്റാർട്ട്, ഡൊമിനിക് സോബോസ്ലേ ഹാസ് ടു സ്റ്റാർട്ട്, മെക്കാലിസ്റ്റർ ഹാസ് ടു സ്റ്റാർട്ട്. വൈ? കേർട്ടിസ് ജോൺസ് എന്നൊരു പ്ലെയർ അവിടെ ഉണ്ട്. കേർട്ടിസ് ജോൺസ് ഈസ് ഗുഡ് ഇനഫ് ആൻഡ് വാസ് ഗുഡ് ഇനഫ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്. നമ്മൾ തന്നെ പല സമയത്തും പറഞ്ഞിട്ട് കേർട്ടിസ് ജോൺസ് മെക്കാലിസ്റ്റർ ഈ സീസണിലെ ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേർട്ടിസ് ജോൺസ് ഹാസ് ടു പ്ലേ എവറി ഗെയിം. പക്ഷെ ഈ ജാനുവരിയിൽ ആ ഇന്റർ മിലാൻ ട്രാൻസ്ഫർ റൂമർ ഉണ്ടായതിനു ശേഷം കേർട്ടിസ് എത്ര കളി കളിച്ചു? സോ അവിടെ ഒരു കോച്ചിന് മാനേജ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
he probably can do it well in, let's say, West Ham, Brighton, Bournemouth, Crystal Palace. അവിടെ പോയിട്ട് കളിക്കാൻ പറ്റുമായിരിക്കും. Can Slot do it on a big leagues? ഡച്ചിൽ കളിച്ചു. He can get his own way of probably tactics ഉണ്ടാവാം. Maybe നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട especially again Fulham game ഒക്കെ ഉണ്ടായിരുന്നല്ലോ, റെഡ് കാർഡ് കിട്ടിയിട്ട് he just changed the tactics instead of personal. എല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും. How much can he handle the big ones? ലിവർപൂൾ പോലെ സ്റ്റാച്ചർ ഉള്ള ക്ലബിൽ if they are having these many set of people, അവിടെ പോയിട്ട് you just എന്താ പറയാ ടെൽ ടാക്ടിക്സ് എന്ന് പറയുന്നത് പ്ലെയർ പവർ ആണെന്നോ ഇല്ല, അത്ര ഞാൻ പറയുന്നില്ല, ആ ലെവലിലേക്ക് എത്തണമെന്നില്ല. ബട്ട് ഈവൻ യു സ്റ്റിൽ നീഡ് ടു ബി അറ്റ് സം ലെവൽ വേർ യു നോ യു ക്യാൻ കമാൻഡ് റെസ്പെക്ട്. സ്ലോട്ട് ഈ സീസൺ തുടങ്ങിയത് മുതൽ പറയുന്നുണ്ട് എന്ത് ഇഷ്യൂ എന്തെങ്കിലും. How did he fit our parameters? അതിലൊരു കാര്യം, he wants to be a yes man again. പക്ഷേ if this fails, next time ഇത് വേണം നിർബന്ധമില്ലല്ലോ. ഇതേ പാറ്റേണിൽ അവൻ നമ്മൾ മുന്നോട്ട് പോകും എന്ന് ഒരു നിർബന്ധമില്ലല്ലോ. Why would you get the same two people to start the next project? Give them money. ആവണമെന്നില്ലല്ലോ. ദാറ്റ് ഈസ് മൈ പോയിന്റ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ സ്ലോട്ടിന് നോക്കാൻ അറിയില്ല, സ്ലോട്ടിന് മാനേജ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളിപ്പം ഇതിപ്പോ ഡീറ്റെയിൽ ആയി ഡിസ്കസ്, ഇന്നിപ്പോ വേറെ ടോപ്പിക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, എന്നാലും ലെറ്റ്സ് ഗോ ഹെഡ്. ഓക്കെ, അതായത് ആദ്യം when Klopp stepped down, when Klopp told FSG in November 2023, right, that he is leaving, the club decided to tell us on Jan and told we will be putting a director of football. Edwards vannu February il, a director of football vannu. He was given shares in FSG if I'm not wrong, so he's up there with stock options. Adu kazhinittu around March, or I think around April, we appointed Richard Hughes. So we said, we told FSG told Edwards നോട് പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല സ്പോർട്ടിംഗ് ഡയറക്ടറെ കണ്ടുപിടിക്കൂ. അയാൾ എഡ്വേർഡ്സ് കണ്ടുപിടിച്ച സ്പോർട്ടിംഗ് ഡയറക്ടറാണ് ഹ്യൂസ്. ദെൻ ഒരു ഇതൊക്കെ പ്രസ് റിലീസ് ഉണ്ട്. We told Richard Hughes, find us a manager that suits our club and our parameters. They found. Okay, first season they told us, ആ റൗണ്ട് ടേബിളിൽ പറഞ്ഞു, അതായത് നിങ്ങൾ first season we are planning for the next season. So first season we are going ahead with the squad because we need to assess. We went ahead with the squad, we won the league. Second season was the Ganesham പറഞ്ഞ പോലെ സ്ലോട്ടിന്റെയും ഹ്യൂസിന്റെയും എഡ്വേർഡ്സിന്റെയും ഈ പ്രോജക്റ്റിന്റെ ഓവറോൾ കൺസെപ്ച്വലൈസേഷൻ. ആദ്യം ട്രെൻറ്റ് പോയി, we signed Frimpong. Then we signed Words, biggest signing, Adidas, blah blah. A new Adidas deal came, 10 years. അത് കഴിഞ്ഞ് we signed your Kerkes, 50 million. അത് കഴിഞ്ഞ് ലാസ്റ്റ് സീസൺ ഇസാഖ്. സോ അതിനുശേഷം ഉണ്ടായത് നമുക്കറിയാം, ഗണേശൻ പറഞ്ഞ പോലെ ഇതുവരെ, അതായത് സീസണിന്റെ മാർച്ച് 16 ആയി, സീസൺ കഴിയാൻ 8 മാച്ചുള്ളൂ, ഇതുവരെ ഒരു തരത്തിലുള്ള എന്താ പറയാ സ്ക്വാഡിന്റെ പെർഫോമൻസും സ്ലോട്ടിന്റെ മാനേജ്മെന്റും ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല. ബാക്കിയുള്ളവർ ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴും UCL ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ സ്ലോട്ടിനെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവും എന്ന് പറയുന്നതിന് എനിക്ക് ഒരു യോജിപ്പുമില്ല. Either you go with the plan. നിങ്ങളിപ്പോ 3-year plan എന്നാണ് പറഞ്ഞത്, 4-year plan, whatever it is, go with the plan. Why was Words bought? Why was Isak bought? Barely played. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ ചാബി അലോൺസോ ആയിക്കോട്ടെ, whoever it is you bring in, how will it work? Because നമ്മൾ ഉണ്ടാക്കിയ ഫുൾ സ്ട്രക്ചർ ഇപ്പം പണ്ട് യുണൈറ്റഡ് ചെയ്ത പോലെ, ഇപ്പൊ കാരിക്ക് ചെയ്യുന്ന പോലെ പ്രോബബ്ലി 8 മാച്ചസിൽ വർക്ക് ആവുമായിരിക്കും. നെക്സ്റ്റ് സീസൺ ജാബി അലോൺസോ വുഡ് വാണ്ട് ഡിഫറെന്റ് സെറ്റ് ഓഫ് പീപ്പിൾസ്, ബട്ട് വി ആർ നോട്ട് ഗോണ ഗിവ് ഹിം ദ പ്ലേയേഴ്സ്. കാരണം അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. സോ ഞാൻ പറയുന്നത് FSG സീരീസ് ആണെങ്കിൽ either Michael Edwards, Richard Hughes slot plan has not worked, get rid of them, get it. Even Xabi Alonso would want his people. Appo Manchester City ചെയ്ത പോലെ before Guardiola came in, they got what was his name, Paco Rodel. Barcelona
ഹൂവർ സോറി എനിക്ക് നെയിം ഓർമ്മ. അങ്ങനെയുള്ള ഒരാളെ വെച്ചിട്ട് സ്ട്രക്ചർ മാറ്റൂ. നിങ്ങളിപ്പം സ്ലോട്ടിനെ കൊള്ളില്ല മാറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാര്, ഞാനിപ്പോ ഒരാളെ വെച്ചു. സോ ബേസിക്കലി വി ആർ ഓൾസോ ജഡ്ജിങ് ഹ്യൂസ് ആൻഡ് എഡ്വേർഡ്സ് ഓൺ ദിസ്. 150 million ആണ്, 135 million ആണ് വേർഡ്സിന് ചെലവാക്കിയത്. 125-30 million ആണ് വിസാഖിന് ചെലവാക്കിയത്. വേർ വി കൻ ബോട്ട് 3 or 4 players. പറ ഗണേഷ. ശരി, നിങ്ങൾ പറയുന്ന പോലെ നെക്സ്റ്റ് സീസൺ ഞാൻ പറഞ്ഞത് എന്തായാലും സ്ലോട്ട് നിൽക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ നെക്സ്റ്റ് സീസൺ സ്ലോട്ട് ഉണ്ടെങ്കിൽ സോ കോൾഡ് സീനിയർ പ്ലേയേഴ്സ് ആർ ലീവിങ്. BVD പോട്ടെ, സാല പോട്ടെ, റോബർട്ട്സൺ പോട്ടെ, അഗെയിൻ പ്ലേയേഴ്സ് ആർ കമ്മിങ്. മെക്കാലിസ്റ്റർ പോട്ടെ. വിൽ യു കോൾ അഗെയിൻ ദാറ്റ് സീസൺ ആസ് ട്രാൻസിഷൻ 2.0? അപ്പൊ എന്ത് കൊട പറയുന്നതാണ് എനിക്ക് അറിയേണ്ടത്. പിന്നെ എപ്പോഴാണ് സ്റ്റെബിലിറ്റി വരുന്നത്? അടുത്ത കൊല്ലം ഇതേ കേസ് തന്നെയല്ലേ? ഇവര് പോയി പുതിയ ആൾ വന്നു, അയാൾ പച്ച പിടിക്കട്ടെ. ഇതിപ്പോ LDF തുടരും 2.0 എന്ന് പറയുന്ന പോലെയാവും. അവിടെയാണ് വാട്ട് ഈസ് യുവർ ടാർഗറ്റ്? പറഞ്ഞോ, വാട്ട് ഈസ് യുവർ ടാർഗറ്റ്? ലിവർപൂൾ സത്യം പറയാലോ അതായത് ഫാൻസിന് അറിഞ്ഞ ഒരു മാനേജർ. ഹി ഡസന്റ് ഹാവ് ദ ലിവർപൂൾ ഫീൽ. obviously I'm not comparing with Slot. ക്ലോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല. He doesn't know the vibe of Liverpool. He just a manager. വന്നു പണി ചെയ്യുന്നു പോണു, അത്രേ ഉള്ളൂ. He doesn't think about the fans, doesn't think about the club. We can definitely see that. ഞാൻ എല്ലാ പ്രസ് കോൺഫറൻസും ലൈവ് ആയിട്ട് യൂട്യൂബിൽ ഇരുന്ന് കാണുന്നതാണ്. He doesn't care about the club. ആൾക്ക് നമുക്ക് ഒരു പണി, നമ്മൾ പോയിട്ട് ഒരു ഇതിൽ പണി ചെയ്യാന്ന്, ആ പണി ചെയ്തിട്ട് വരിക, അതുപോലെയാണ് ചെയ്യുന്നത്. He doesn't care about the club. He doesn't care about the fans. Nothing. He doesn't care about the players also. If he wants to save his job, he will blame the players also. That's what he did last night, right? ബൂ ചെയ്തു പറഞ്ഞു, എന്നെ എല്ലാ പ്ലേയേഴ്സിനാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള ആളെ എന്ത് വെച്ച് പൊറപ്പിക്കണം? നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ആളെ പൊതപ്പിച്ച് ആൾ പോലും ഇത്ര ഡിഫെൻഡ് ചെയ്യുന്നത്? മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. അതാണ് നീ പറയുന്നത്. എനിക്ക് 100 പ്രാവശ്യം ഞാൻ ലിവർപൂൾ കളി കാണുമ്പോഴൊക്കെ പറയാറുണ്ട്, ഈ റിച്ചർഡ് ഹ്യൂഗ്സും എഡ്വേർഡ്സും തന്നെയാണ് സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്തത്. അവർ തന്നെയാണ് അടുത്ത മാനേജർ അപ്പോയിന്റ്. അടുത്ത മാനേജർ ഗുണം പിടിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? ഹൗ ക്യാൻ യു അറൈവ് അറ്റ് ദ കൺക്ലൂഷൻ? അതാണ് എന്റെ ചോദ്യം. അതായത് എല്ലാ വ്യക്തിയും സ്ലോട്ടിന് താഴെ ഉണ്ടാവുള്ളൂ എന്നാണ് ചോദ്യം. അല്ലല്ലോ. സ്ലോട്ട് ഒരു പ്ലാൻ വെച്ച് ഫുട്ബോൾ കളിക്കും. വേറെ ഇപ്പൊ അലോൺസോ ആവട്ടെ, ഓർ ലെറ്റ് ഇറ്റ് ബി എനിവൺ, even if it is Rob Page ആവട്ടെ, they will have their own football philosophy that will be definitely better than Slot. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പറയുന്നു സ്ലോട്ട് ഇവരെ തന്നെയാണ് അടുത്ത മാനേജറെ കൊണ്ടുവരുന്നത്. they are not going to bring Slot Xerox copy, right? Definitely not. Based on the conditions, even if it is a yes man or something, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ബട്ട് ഫുട്ബോൾ ഫിലോസഫി ഷുഡ് ബി ദേർ. അങ്ങനെയുള്ള ഏത് വ്യക്തിയായാലും ഡെഫിനറ്റ്ലി ലിവർപൂൾ ക്ലബ് വിൽ അക്സെപ്റ്റ്. ഇയാൾക്ക് പണി ഒരു മിനിറ്റ് ഗണേഷ്, ക്രിസ്തുവിന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ഫിലോസഫി ഉള്ള ആൾ വന്നാൽ നന്നാവും എന്ന് പറയുന്നു. അങ്ങനെ ഫുട്ബോൾ ഫിലോസഫി ഉള്ള ആളെ കൊണ്ടുവരും എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത് ഇവര് പറഞ്ഞത് ഇവരുടെ പാരാമീറ്റേഴ്സിൽ പെടുന്ന ആളാണ്. പാരാമീറ്റേഴ്സിൽ പെട്ടിട്ട് മര്യാദയ്ക്ക് കളിക്കുന്ന ഒരു മാനേജർ വരാനും സാധ്യതയുണ്ട്. അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റിയ അവർക്ക്? വി ഡോണ്ട് നോ അലോൺസോസ് കണ്ടീഷൻസ്. അലോൺസോ 3 at the back കളിക്കുമോ നമുക്കറിയില്ല. ചിലപ്പോൾ 4 at the back കളിക്കായിരിക്കും. ഹൗ ക്യാൻ അറിവ് ഇൻ ദ സിറ്റുവേഷൻ? നിങ്ങളാണ് സ്ലോട്ടിനെ ഡിഫെൻഡ് ചെയ്യുന്നത്, അല്ലാതെ സ്ലോട്ട് പോലെ ഇത്ര ഡിഫെൻഡ് ചെയ്യില്ല. നമ്മുടെ ടീമും ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഗണേശ, അപ്പൊ ഈ ഹ്യൂസിനും എഡ്വേർഡ്സിനും ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലേ? They can sign a random guy. അതാണ് how Slot is blaming. Let me talk. They can get a guy, he fails, they spend 500 million, failed, then you're telling them സാരമില്ല, അടുത്ത ആള് ചിലപ്പോ അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാവായിരിക്കും. അവരെ ഫെയിൽ ആയത് എങ്ങനെയാണ് അതാലോചിക്കട്ടെ. അവരെ കൂടെ സാക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്ലോട്ടിനെക്കാട്ടും ക്ലബിന് ഡേഞ്ചർ ആർ പീപ്പിൾ ഹു അപ്പോയിന്റ് ദീസ് പീപ്പിൾ ആൻഡ് സ്പെൻഡ് 500 million in a summer.
മനസ്സിലായോ? അതായത് നീ ഒരു ഹോട്ടൽ നടത്താൻ ഒരു മാനേജറെ വെച്ചു, മാനേജർ 10 ആളെ വെച്ചു, ആ മാനേജർ വെച്ച 10 ആളും കള്ളന്മാരാണ്. അപ്പൊ നീ എന്ത് പറയും മാനേജറിനോട്? അവരെ പുറത്താക്കിയോ, വേറെ 10 ആളെ വെച്ചോന്ന് പറയോ? ഇല്ലല്ലോ, മാനേജർ അടുത്ത് പുറത്താക്കൂലേ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേയേഴ്സ് റൈറ്റ്. ഇവിടെ നോ, പ്ലേയേഴ്സ് കളിക്കാതില്ലല്ലോ. അല്ല, മനസ്സിലായി Player അല്ല, player അല്ല, അതിന് മേലെ. നീ ഹോട്ടലിൽ മനസ്സിലായി. ആ മാനേജർ ഞാൻ പറയുന്നത് മനസ്സിലായി. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇതേ ആൾക്കാര് വേറൊരു കോച്ചിനെ ജോലി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ബി ഷുവർ ദാറ്റ് കോച്ച് വിൽ ഫെയിൽ? അതാണ് എന്റെ ചോദ്യം. I am not sure, but the problem is Slot and Edwards are answerable for the failure of Slot. അല്ല, അതായത് അതിപ്പോ അവര് ഗണേശ് പറഞ്ഞ ഒരു കാര്യം, ഞാനതാ പറഞ്ഞു, പുതിയ മാനേജർ വന്നിട്ട് ഈ ഉള്ള ടോപ്പ് ടാലൻസിനെ വെച്ചിട്ട് എങ്ങനെ ഫെയിൽ ആവും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഓപ്പോസിറ്റാ പറയുന്നത്. അതായത് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലടാ ഹ്യൂസിനും. അക്കൗണ്ടബിലിറ്റി ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ പ്ലേയേഴ്സിനെ മേടിക്കാതിരുന്നു. നൗ വി സ്റ്റാർട്ടഡ് ബൈയിങ് പ്ലേയേഴ്സ്, സ്റ്റിൽ വി ഡിഡ്ന്റ് ഫിൽ സർട്ടൻ പൊസിഷൻസ്. അതിൽ ഞാൻ അഗ്രി ചെയ്യുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് സം തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ലൈക്ക് നമ്മൾ ബിഗ് മണി സൈനിങ്സ് സാധാരണ ചെയ്യില്ല എന്ന് പറഞ്ഞു. രണ്ടും മൂന്നും ബിഗ് മണി സൈനിങ്സ് നമ്മൾ ചെയ്തു, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് മാനേജർ അവരുടെ നിന്ന് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either ഞാൻ റിച്ചർഡ് ഹ്യൂഗ്സിനെ പോലെ ഞാൻ പറയുന്നില്ല. ലൈക്ക് ഐ എം റൈറ്റ് ഓൺ ദ ഫീൽഡ്. ലൈക്ക് ഫുട്ബോൾ ഫീൽഡിൽ എന്താ കാണിക്കുന്നത്, എനിക്ക് അതാണ് മെയിൻ. ഡെഫിനറ്റ്ലി ലൈക്ക് 500 million സ്പെൻഡ് ചെയ്തു, അതിന് ഔട്ട്പുട്ട് എന്തായാലും വരണം. സോ അത് ഔട്ട്പുട്ട് വരുന്നത് മേ ബി ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ചേഞ്ച് ഓഫ് മാനേജർ ഓർ ചേഞ്ച് ഓഫ് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, ദാറ്റ് ഹാസ് ടു ബി ഡൺ. സോ ഫസ്റ്റ്ലി ആദ്യം വരുന്നത്, ആദ്യം എന്റെ പ്രിഫറൻസിൽ ആദ്യം വരുന്നത് സ്ലോട്ടാണ്. ദെൻ കംസ് ഓൺലി ഹ്യൂഗ്സ്. നിങ്ങളുടെ ഇതിൽ വേണമെങ്കിൽ ഹ്യൂഗ്സ് ആഫ്റ്റർ സ്ലോട്ട് എന്ന് പറയാം, അങ്ങനെ പറയാം. ഹ്യൂഗ്സ് കഴിഞ്ഞിട്ട് സ്ലോട്ട് എന്ന് പറയാം. പക്ഷെ എന്റെ പ്രിഫറൻസിൽ സ്ലോട്ട് ദെൻ ഹ്യൂഗ്സ്. അത് അഗ്രി ചെയ്യണോ? അത് ആ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, അതൊന്നും ഇല്ല എന്ന് പറയുന്നത്. സുദീപ് പറഞ്ഞു. അല്ല, ഞാൻ ഇപ്പൊ ക്രിസ് പറഞ്ഞതിന്റെ പോയിന്റ് ആണ് വേറെയാണ്. അതായത് സ്ലോട്ടിന് അല്ല, മീൻസ് ഹ്യൂഗ്സ് ആണല്ലോ അത് ഡിസൈഡ് ചെയ്തത്. ട്രാൻസ്ഫേഴ്സിന്റെ ആയാലും സ്ക്വാഡ് ബിൽഡിംഗ് എങ്ങനെ വേണം എന്നുള്ളതും ഒക്കെ ആളാണ് തീരുമാനിച്ചത്. അപ്പൊ അത് മുഴുവൻ സ്ലോട്ടിന്റെ പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇപ്പൊ സ്ലോട്ടിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ VVDയുടെ അല്ലെങ്കിൽ സലയുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാണ്ടിരിക്കായിരുന്നു. ഫുൾ ഒരു ട്രാൻസിഷൻ അതിലേക്ക് പോവായിരുന്നു, ഒരു അഗ്രസീവ് ആയിട്ടുള്ള. പക്ഷെ അതിലേക്ക് ചെയ്തില്ല, അവരെ നിർത്തി. അതും ഹ്യൂഗ്സ് ചെയ്ത. പിന്നെ മാത്രമല്ല ബിഗ് മണി സൈനിങ് എന്ന് പറഞ്ഞു ഇസാക്ക് 125 million. അത് അൺലക്കി എന്ന് പറയാം, കളിക്കാൻ പറ്റിയില്ല സീസണിൽ. പക്ഷെ അതിന് പകരം അത് സ്പ്രെഡ് ചെയ്ത് സ്ക്വാഡിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യായിരുന്നു. അത് ചെയ്തില്ല എന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഹ്യൂഗ്സും അതിൽ കൾപ്രിറ്റ് അല്ലേന്നോ, അത് ശരിയാണെന്ന് പറയാം. ഹ്യൂഗ്സിനും അതിൽ വലിയ റോൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാർ തന്നെ ആണ് ഈ മാനേജറെ വെക്കുന്നത് എന്നുള്ള പ്രശ്നമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നപ്പോ റിച്ചാർഡ് ഹ്യൂഗ്സ് ആണ് അവിടെ ചെന്ന് സ്ലോട്ടിനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് സ്ലോട്ടിന്റെ അടുത്ത് ഡിസ്കസ് ഒക്കെ ചെയ്ത ആളെ കൊണ്ടുവന്നത്. അപ്പൊ അത് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ചിലപ്പോ യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമായിരിക്കും. നമ്മളറിയാം, ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് യങ് പ്ലേയേഴ്സ്, ടീനേജേഴ്സിനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ ലോങ് ടേം പ്ലാൻ ആയിരിക്കാം, അതായിരിക്കും അവർ കാണുന്നത്. അപ്പൊ ഈ പ്ലേയേഴ്സ് ഇപ്പോ സീനിയർ പ്ലേയേഴ്സ് പോകുന്നു, പുതിയ പ്ലേയേഴ്സ് വരുന്നു. ഇപ്പൊ ഉള്ള പ്ലേയേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്ത പോലെ തന്നെ ഇനി കൊണ്ടുവരുന്ന യങ് പ്ലേയേഴ്സിനെയും ഇമ്പ്രൂവ് ചെയ്ത് ഒരു കൊഹീഷനിലൂടെ കൊണ്ടുപോകുന്നൊക്കെ ആയിരിക്കും FSG കണക്കാക്കിയിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, അവര് ഈ ഷോർട്ട് ടേമില് ഈ പ്ലേയേഴ്സ് നന്നായിട്ട് സിംഗിൾ കളിക്കുന്നില്ല, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവർ കണക്കാക്കുന്നുണ്ടാവില്ല എന്ന്. ചിലപ്പോ ഈ സീസണിൽ പെർഫോമൻസ് വരെ ചിലപ്പോ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ടാവില്ല എന്ന് അവർ കാണുന്നത്. അടുത്ത ഇതില് നെക്സ്റ്റ് ഇവര് പോയി അടുത്ത ആൾക്കാർ വരുമ്പോ ആ യങ് പ്ലേയേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് ടീം മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതായിരിക്കും അവർ നോക്കണേന്ന്. അപ്പൊ അതായത് ഈ സീസൺ കഴിയുമ്പോഴായിരിക്കില്ല ഈ സ്ലോട്ടിനെ അവർ ജഡ്ജ് ചെയ്യുന്നത്. ഈ സീസൺ കഴിഞ്ഞ അടുത്ത സീസൺ മിഡ് ആവുമ്പോഴേക്കും ആയിരിക്കാം ചിലപ്പോൾ ജഡ്ജ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്ലോട്ടിൽ ട്രസ്റ്റ് ചെയ്യുന്നതും ഹ്യൂഗ്സിലും ട്രസ്റ്റ് ചെയ്യുന്നത്. സ്ലോട്ട് മാത്രമല്ല, ഹ്യൂഗ്സ്. എന്റെ ഡൗട്ട് FSG ഇനി ഹ്യൂസിനും എഡ്വേർഡ്സിനും ആ പൈസ കൊടുക്കൂ എന്നുള്ളതാണ്. കൊടുക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവരും ആ പ്ലാനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ റെഡ് സോക്സിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. റെഡ് സോക്സിലെ പോലെ തന്നെയാണ് FSG ഇത് മാനേജ് ചെയ്യണത്. FSG ഞാൻ വിചാരിക്കുന്നത് ഈതർ ഗണേശൻ പറഞ്ഞ പോലെ സ്ലോട്ട്, ഹ്യൂസ്, എഡ്വേർഡ്സ് ഔട്ട്, ഗെറ്റ് എ ഗായ് ഹു ക്യാൻ വർക്ക് വിത്ത് ദ മാനേജർ
ജാബി അലോൺസിന് പറ്റുന്ന സ്റ്റാർട്ട് ഫ്രഷ്, നോ പ്രോബ്ലം. പക്ഷെ ഈ രണ്ടുമാരെ വെച്ചിട്ട് എല്ലാ പ്ലേയും സ്ലോട്ടിൽ വെച്ചിട്ട് ഇവരെ അക്കൗണ്ടബിൾ ആക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദർ ഇസ് ഗോണ ബി എ ബിഗ് പ്രോബ്ലം. കാരണം ഇതിനൊരു വേറൊരു വശം കൂടിയുണ്ട്. ക്ലോപ്പ് എഡ്വേർഡ്സ് ആയിട്ട് തെറ്റിയിട്ടാണ് എഡ്വേർഡ്സ് പോയത്. സോ എഡ്വേർഡ്സ് എഗ്രി ടു കം ബാക്ക് ഓൺലി ആഫ്റ്റർ ക്ലോപ്പ് ലെഫ്റ്റ്. അപ്പൊ ആ ഒരു ആംഗിളും കൂടി ഇതിനകത്തുണ്ട്. സോ if you are slot out, ideally you should be Hughes and Edwards also out എന്നാണ് എന്റെ പോയിന്റ്. That is my understanding. ഒരു കാര്യം കൂടിയുണ്ട്. അത് ഒറ്റ പ്രോജക്റ്റ് കാണുന്നത്. പറഞ്ഞു സല ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, റൈറ്റ്, ഇൻഫേമസ് ഇന്റർവ്യൂ. സല ടാർഗറ്റ് ചെയ്തത് സ്ലോട്ടിനല്ല അവിടെ. അഗെയിൻ സ്ലോട്ട് കുഡ് ബി വൺ ഓഫ് ദ റീസൺ ബട്ട് സ്ലോട്ടിനെ സല ടാർഗറ്റ് ചെയ്തതും ഇറ്റ് ഈസ് എഡ്വേർഡ്സ്. സോ ഈ ചെയിൻ എവിടെയാണ് സ്ലോട്ട്? ഈ എഡ്വേർഡ്സും ഹ്യൂഡ്സും പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ സ്ലോട്ടിനെ വെച്ചിട്ട് നമുക്കൊരു ഉപകാരമൊന്നുമില്ല. അങ്ങനാണെങ്കിൽ if Edwards and Hughes is saying that you have to play this way എന്ന് പറഞ്ഞിട്ട് സ്ലോട്ട് കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ players are never going to trust the manager or the coach. ആരാണ് ചോദിക്കുക. സെക്കൻഡ് തിങ്, ജെറമി ജാക്വറ്റിനെ വാങ്ങി. ആരാ വാങ്ങിയത്? സ്ലോട്ട് ആണോ വാങ്ങുന്നത്? ഹ്യൂസ് ആണോ വാങ്ങുന്നത്? എഡ്വേർഡ്സ് പറഞ്ഞിട്ടാണോ വാങ്ങുന്നത്? ഹ്യൂസും സ്ലോട്ടും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ യുണൈറ്റഡ് വേയിലേക്ക് എത്തിയില്ലേ വീണ്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോംബോ അല്ലേ, രണ്ടിനെയും തട്ടണം അപ്പൊ ഒന്നിച്ച്. ആയിക്കോട്ടെ. അല്ല, അപ്പോഴും ഈ സ്ലോട്ടിനെ ഡിഫെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? യങ് കിഡ്സിനെ കളിപ്പിക്കുന്നു. ആരാ 15 വയസ്സിൽ നിന്ന് നൈജീരിയയിൽ നിന്ന് വന്ന ഒരു പ്ലെയർ ഉണ്ട്, അടുത്ത പോലെ സ്ലോട്ട് കളിപ്പിക്കോ? ഇല്ല. എലിയറ്റിനെ വിട്ടു, എലിയറ്റിനെ ലോണിൽ പോകാൻ അനുവദിച്ചു, എന്നിട്ട് പ്ലെയർ ഇല്ല എന്ന് പറയാ. നിയോണിന്റെ ജോൺസിനെ ഉപയോഗിക്കുന്നില്ല. കിയസിക്ക് ലാസ്റ്റ് 5 മിനിറ്റ്, എല്ലാ കളിയും ലാസ്റ്റ് 5 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റ് കൊടുത്തിട്ട് എന്ത് ഇമ്പ്രൂവ്മെന്റ് കാണാനാ? എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഗ്യാക്പോനെ കൂടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും, അടിപൊളിയായിരിക്കും. എന്നിട്ട് കളി 2 കിയസിയും ഗ്യാക്പോ, എന്നിട്ട് കിയസിനെ എല്ലാരും വാല്യൂ ചെയ്യാം. ഇതാണോ യങ്സ്റ്റേഴ്സിന് പ്ലെയർ ഡെവലപ്മെന്റ്, സോ കോൾഡ് പ്ലെയർ ഡെവലപ്മെന്റ് എന്ന് സുദീപ് ഉദ്ദേശിക്കുന്നത്? ഇതാണോ നിയോണിക്ക് കിട്ടുന്ന ലാസ്റ്റ് 30 സെക്കൻഡ് നിയോണിക്ക് വരിക? ഒരു കളിയിൽ ആ ബോർഡ് മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് കാണിക്കുമ്പോ അത് കാലി വെക്കുന്നു, വിസിലടിക്കുന്നു, അടിപൊളി. 8 മിനിറ്റ് പ്ലസ് ഇഞ്ചുറി ടൈം, 14 മിനിറ്റ് കളിച്ചിട്ടുണ്ട് നിയോണി കഴിഞ്ഞ മാച്ചിൽ. സുദീപിനോട് നമുക്ക് ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് മാച്ചിന് ചെയ്യണോ, അതായത് സ്ലോട്ട് ഡിസ്കഷൻ ആയിട്ട് വെച്ചിട്ട്, ഓർ ഷുഡ് വി ജസ്റ്റ് കണ്ടിന്യൂ? അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. എന്താ വേണ്ടത് നമുക്ക്? അല്ല, അത് സുദീപ് കട്ട് ചെയ്താൽ മതി. സുദീപ് കട്ട് ചെയ്തിട്ട് 2 വീഡിയോ വരെ അപ്ലോഡ് ചെയ്താൽ മതി. മ്യൂട്ടാ. അങ്ങനെ ചെയ്യാം. ഫ്ലൈറ്റ് വന്നപ്പോ മ്യൂട്ടാക്കിയതാ. ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല, പക്ഷെ ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസ്കഷൻ. എല്ലാ പോയിന്റ്സും ഇതിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ ലിവർപൂൾ ഫാൻസ് എന്ന രീതിയിൽ ദ ബിഗ്ഗസ്റ്റ് തിങ്, ഇപ്പൊ ഞാനാണെങ്കിലും ഗണേഷനാണെങ്കിലും സുദീപ് ആണെങ്കിലും ഓബിൻ ആണെങ്കിലും, വി ഡോണ്ട് വാണ്ട് എ സിറ്റുവേഷൻ വേർ ദ ക്ലബ് ഇസ് അൺസ്റ്റേബിൾ, വേർ എ മാനേജർ കംസ് ഗോസ്. അതായിരിക്കും നമ്മുടെ എല്ലാം കമേഴ്ഷ്യൽ ഡീൽസിലാണെങ്കിലും നമ്മുടെ ക്ലബിന്റെ ഫ്യൂച്ചർ കോൺട്രാക്ട് എല്ലാം കൊളാകുന്നത്. സോ വാട്ട് എവർ ദ ഡിസിഷൻ, ഇപ്പൊ സ്ലോട്ട് നിൽക്കുകയാണെങ്കിൽ I think ഇതിന്റെ ഒക്കെ chaos എന്താന്ന് വെച്ചാൽ the club has to start talking to the fans. Club has to start listening to the fans. അപ്പോ whatever the decision is, let's hope for ഒരു concrete ആയ ഒരു decision. Let's hope everything works out. We will start review in the next video. അപ്പൊ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. Okay?